After searching for some time, Kafka pretended that he had found a letter under a bench in the park. He gave the letter to the girl. Kafka had prepared the letter, which was meant to be from the doll. "Don't worry about me," the letter said. "I am on a trip around the world. It is really exciting. I will tell you everything when I am back." Explanation നോക്കാം. After searching for some time, Kafka pretended that he had found a letter under a bench in the park. കുറച്ചു നേരം ഈ കുട്ടിയും കാഫ്കയും കൂടി ആ പാവയെ അവിടെയെല്ലാം തിരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ കാഫ്ക പാർക്കിലെ ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടുന്നതായി അഭിനയിച്ചു. ഹി ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ. ആ ലെറ്റർ അയാൾ ആ പെൺകുട്ടിക്ക് നൽകി. കാഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ വിച്ച് വാസ് മെൻറ്റ് ടു ബി ഫ്രം ദ ഡോൾ. കാഫ്ക തന്നെയാണ് ആ ലെറ്റർ പ്രിപ്പയർ ചെയ്തത്. അത് ആ ഡോള് ആ കുട്ടിക്ക് അയച്ചു എന്നുള്ള രീതിയിലാണ് അത് പ്രിപ്പയർ തയ്യാറാക്കിയത്. "ഡോണ്ട് വറി അബൌട്ട് മീ," ദ ലെറ്റർ സെഡ്. ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്: "ഡോണ്ട് വറി അബൌട്ട് മീ," എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. "ഐ ആം ഓൺ എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ്," ഞാൻ ഈ ലോകം ചുറ്റിക്കാണാൻ ഒരു ട്രിപ്പ് പോയിരിക്കുകയാണ്. "ഇറ്റ് ഈസ് റിയലി എക്സൈറ്റിംഗ്," ഇത് വളരെ ആവേശകരമായ ഒരു യാത്രയാണ്. "ഐ വിൽ ടെൽ യു എവരിതിങ് വെൻ ഐ ആം ബാക്ക്," ഞാൻ തിരിച്ചു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറയാം. എക്സ്പ്ലനേഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇംഗ്ലീഷ് ഫ്രണ്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എ ഡോൾസ് ജേർണിയുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡിഡ് കാഫ്ക പ്രോമിസ് ദ ഗേൾ? കാഫ്ക എന്ത് പ്രോമിസാണ് ആ പെൺകുട്ടിക്ക് കൊടുത്തത്? ഹി പ്രോമിസ്ഡ് ഹർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. അടുത്ത ദിവസം അവളെ ആ പാർക്കിൽ വെച്ച് കണ്ടുമുട്ടാം, ഒരുമിച്ച് പാവയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്താമെന്നൊരു പ്രോമിസാണ് കാഫ്ക പെൺകുട്ടിക്ക് നൽകിയത്. അടുത്ത പാരഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. "ദ ഗേൾ കണ്ടിന്യൂഡ് ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ. ഷീ റോട്ട് അബൌട്ട് ഹർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽസ്. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. This went on for some time, but Kafka noticed that the girl was becoming moody as days passed. She badly wanted her doll to come back, and Kafka felt that he could not make up letters indefinitely. Finally, he found a way out. The girl continued to receive letters from the doll." ആ പെൺകുട്ടിക്ക് പാവയിൽ നിന്നും ഒരുപാട് കത്തുകൾ കിട്ടിക്കൊണ്ടേയിരുന്നു. "ഷീ റോട്ട് അബൌട്ട് ഹർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ." ആ കത്തിൽ എഴുതിയിരുന്നത് മൊത്തം ആ പാവയ്ക്കുണ്ടായ യാത്രയിലുണ്ടായ സാഹസികതയെക്കുറിച്ചാണ്. "ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ." ആ കത്തുകൾ ആ പെൺകുട്ടിയെ സന്തോഷിപ്പിച്ചു. "ദിസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈം." ഇങ്ങനെ കത്തുകൾ വരുന്നത് കുറേ നാൾ തുടർന്നു. "ബട്ട് കാഫ്ക നോട്ടീസ്ഡ് ദാറ്റ് ദ ഗേൾ വാസ് ബിക്കമിങ് മൂഡി ആസ് ഡേയ്സ് പാസ്ഡ്." ബട്ട് കാഫ്ക നോട്ടീസ്ഡ് ദാറ്റ് ദ ഗേൾ വാസ് ബിക്കമിങ് മൂഡി ആസ് ഡേയ്സ് പാസ്ഡ്. ദിവസങ്ങൾ കഴിയുന്തോറും ആ പെൺകുട്ടി വിഷമിച്ചിരിക്കുന്നത് കാണാൻ കാഫ്ക ഇടയായി. "ഷീ ബാഡ്ലി വാണ്ടഡ് ഹർ ഡോൾ ടു കം ബാക്ക്." അവൾക്ക് അവളുടെ ആ പാവ തിരിച്ചു വരണമെന്നാണ് ആഗ്രഹം. "ആൻഡ് കാഫ്ക ഫെൽറ്റ് ദാറ്റ് ഹി കുഡ് നോട്ട് മേക്ക് അപ്പ് ലെറ്റേഴ്സ് ഇൻഡെഫിനിറ്റ്ലി." കത്തുകൾ ഒരുപാട് നാൾ ഇങ്ങനെ വരുന്നത് തുടരാനാവില്ലെന്ന് കാഫ്കയ്ക്ക് മനസ്സിലായി. "ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട്." ആ ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കാൻ അദ്ദേഹം ഒരു വഴി കണ്ടുപിടിച്ചു. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. "വൈ വാസ് ദ ഗേൾ മൂഡി?" ആ പെൺകുട്ടി വിഷമിക്കാൻ കാരണമെന്ത്? ആൻസർ ഈസ് ഷീ ബാഡ്ലി വാണ്ടഡ് ഹർ ഡോൾ ടു കം ബാക്ക്. അവളുടെ ആഗ്രഹം അവളുടെ ആ പാവ തിരിച്ചു വരണമെന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അവൾ സങ്കടപ്പെട്ടിരുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കാം. അടുത്ത പാരഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. "There were no letters for some days. Then one day Kafka told the girl that the doll was engaged to be married. He had met her while on a trip to another part of the country. Kafka also told her that she had even introduced him to the young man she was going to marry. She was sorry that she could not write letters for some time. She promised that she would be writing as soon as the preparations for the wedding were over. There were no letters for some days. കുറച്ച് ദിവസത്തേക്ക്
പെൺകുട്ടിക്ക് കത്തുകളൊന്നും ലഭിച്ചിരുന്നില്ല. Then one day Kafka told the girl that the doll was engaged to be married. പിന്നീട് ഒരു ദിവസം കാഫ്ക പെൺകുട്ടിയോട് പറഞ്ഞു, ആ പാവയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. He had met her while on a trip to another part of the country. കാഫ്ക ആ കൺട്രിയുടെ മറ്റൊരു പാർട്ടിലേക്കുള്ള യാത്രയിൽ ആ പാവയെ കണ്ടു എന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞു. കാഫ്ക also told her that she had even introduced him to the young man she was going to marry. എന്നിട്ട് കാഫ്ക ഒരു കാര്യം കൂടി പറഞ്ഞു. ആ പാവ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ചെറുപ്പക്കാരനായ മനുഷ്യന് കാഫ്കയെ പാവ പരിചയപ്പെടുത്തി കൊടുത്തു എന്നുകൂടി പെൺകുട്ടിയോട് പറഞ്ഞു. She was sorry that she could not write letters for some times. അവൾക്ക് കത്തുകൾ എഴുതാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്. She promised that she would be writing as soon as the preparations for the wedding were over. പാവ കാഫ്കയ്ക്ക് ഒരു ഉറപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവളുടെ വിവാഹ ഒരുക്കങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൾ കത്തുകൾ എഴുതാമെന്ന് ഒരു പ്രോമിസ് കൊടുത്തു. The girl was happy to hear from her doll, but she wondered when she would be able to see her again. ആ ഡോളിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി കിട്ടിയെന്ന് കേട്ടപ്പോൾ അവൾ വളരെയധികം സന്തോഷിച്ചു. But she wondered when she would be able to see her again. ഇനിയും ആ പാവയെ എപ്പോഴാണ് കാണാൻ കഴിയുക എന്ന് ആ പെൺകുട്ടി ചിന്തിച്ചു. There were no letters for some days. Why? കുറേ ദിവസത്തേക്ക് പാവയിൽ നിന്ന് കത്തുകളൊന്നും കിട്ടിയില്ല. കാരണമെന്ത്? Because the doll was engaged to be married. കാരണം ആ ഡോളിൻ്റെ മാരേജ് പ്രിപ്പറേഷൻസ് നടക്കുകയാണ്. അവളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അടുത്തതായി ഒരു ക്വസ്റ്റ്യൻ കൂടെ കൊടുക്കുന്നുണ്ട്. ഡു യു ലൈക്ക് ദ എൻഡിങ് ഓഫ് ദ സ്റ്റോറി? ഈ സ്റ്റോറിയുടെ അവസാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സജസ്റ്റ് അനദർ എൻഡിങ്. മറ്റൊരു അവസാനം ഈ സ്റ്റോറിക്ക് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.